ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ കിട്ടുന്ന നേട്ടമാണ് ഈ പറഞ്ഞത്. അതുപോലെ ധാരാളം ഉണ്ട്. വമൻ ദാവമഅൽ ജമാഅ ഫീ റമളാൻ, പരിശുദ്ധമായ റമളാനിൽ ആരെങ്കിലും ജമാഅത്തിനെ ശ്രദ്ധിച്ചാൽ, വിശുദ്ധമായ റമളാനിലെ ജമാഅത്ത് പോകാതെ പരിപൂർണമായി ആരൊരുവൻ ശ്രദ്ധ ചെലുത്തിയോ, അഅതാഹുല്ലാഹു മദീനത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മനോഹരമായ സ്വർഗീയ പൂന്തോട്ടം നൽകുകയാണ്. തംനഉ മിൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ധാരാളം നിറച്ചതായ സ്വർഗീയ പൂന്തോട്ടമാണ് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമളാനിൽ ജമാഅത്ത് ശ്രദ്ധിക്കുന്ന പുരുഷന്മാരെ, ആദ്യ വഖത്ത് ശ്രദ്ധിക്കുന്ന സഹോദരോ, ഫീ റമളാൻ, റമളാൻ മാസത്തിൽ ജമാഅത്ത് ശ്രദ്ധിക്കുന്നവർക്ക് അഅതാഹുല്ലാഹു മദീനത, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു പൂന്തോപ്പ് തന്നെ സമ്മാനിക്കുകയാണ്. തംലഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടുള്ളതായ പൂന്തോട്ടമാണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. റമളാൻ മാസം ഇതുവരെ ജമാഅത്ത് ശ്രദ്ധിച്ചവരെ സന്തോഷിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾക്കേവർക്കും ഈ സൗഭാഗ്യം നസീബാക്കണേ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ റമളാനിൽ ഉള്ള നേട്ടാണ് ഈ പറഞ്ഞതൊക്കെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ ബഹുനിരാകുന്ന ഉസ്താദ് സൂചിപ്പിച്ചു, 29-ാം രാവ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാണ്. 27 കഴിയുമ്പോഴേ എല്ലാവരും പള്ളിയിൽ നിന്ന് കിട്ടിയ പൊതി കൊണ്ട് ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് പറഞ്ഞ് ഓട്ടാൻ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വലിയ വലിയ മഹാന്മാരടക്കം അവർക്ക് ലൈലത്തുൽ ഖദ്ർ ലഭ്യമായത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമളാൻ 29 അവർ എണ്ണിയിട്ടുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്തിൽപ്പെട്ടവർ വരെ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ പരിശുദ്ധമാക്കപ്പെട്ടതായ 29-നാണെന്ന് എണ്ണിയ മഹാന്മാരുണ്ട്. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് അടക്കമുള്ള വലിയ മഹാന്മാരുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം ലൈലത്തുൽ ഖദ്ർ 21-ന് ലഭിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ്. 21-ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് 27-ാം രാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ രാവുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാറി മറിയാം, എപ്പോഴും 27 അങ്ങനെയല്ല, മാറ്റമുണ്ടാവാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഇന്നത്തെ രാവ് വളരെ മഹത്തരമാണ്. ശരിക്കും അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ ബഹുനിരാകുന്ന ഉസ്താദ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. പലപ്പോഴും പലരും അശ്രദ്ധ വെക്കാറുണ്ട്. 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന നേട്ടമാണ് ഈ രാത്രിയിൽ കിട്ടുന്നത് എന്ന് ചിലർ അർത്ഥം വെക്കാറുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല. ഉസ്താദ് പറഞ്ഞതാണ് ശരി. 83 വർഷവും 4 മാസവും അഥവാ 1000 മാസങ്ങൾ അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത അല്ലാഹു ഈ രാവിനെ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അങ്ങനെയാണ് അവതീർണമായിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അർത്ഥം മാറും. എത്രയാണ് എന്ന് നിജപ്പെടുത്താൻ പറ്റൂല എന്നർത്ഥം. ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണേ നിങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേലി ജനതയിലെ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാം. ഞാനൊന്ന് ചുരുക്കി 10 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. പെട്ടെന്നൊന്ന് പറയാം. ഇന്നത്തെ രാവിന്റെ മഹത്വം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുത്തു. മഹാനായ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയും, ഗാസി റളിയല്ലാഹു അൻഹു, യോദ്ധാവാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തതാകുന്ന മഹാനുഭാവനാണ്. ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന അവിശ്വാസികളാകുന്ന ആളുകൾക്കെതിരിൽ ഇസ്ലാമിൻ്റെതാകുന്ന സ്ഥാപനത്തിനു വേണ്ടി, സംസ്ഥാപനത്തിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനിലുള്ള ആകെയുള്ള ആയുധമേതാ? ഒരൊട്ടകത്തിന്റെ താടിയല്ല.
ആ ഒട്ടകത്തിൻ്റെതാകുന്ന താടിയല്ലുകൊണ്ട് 1000 മാസം രാവും പകലും യുദ്ധം ചെയ്യുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് വിശപ്പ് വരുമ്പോ അദ്ദേഹത്തിൻ്റെതാകുന്ന നൽകപ്പെട്ട താടിയല്ലിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹം ചുണ്ടൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, വാവെന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അതിൽ നിന്ന് മാംസം മുളച്ചു വരും, അതിൽ നിന്ന് തന്നെ പാനീയവും ലഭിക്കും. ഇതാര് പറഞ്ഞ ചരിത്രമാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കെട്ടുകഥയല്ല, അതാണ് ഈ പറഞ്ഞത്. അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകപ്പെട്ടതാകുന്ന ഈ ഒട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് ആകെയുള്ള ആയുധമായി ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹം യുദ്ധത്തിൽ അടരാടി. എത്ര നാൾ? 1000 മാസം. 1000 മാസം എന്ന് പറയുന്നതിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത്. 83 വർഷവും 4 മാസവും. അത്രയും നാൾ അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ശത്രുക്കൾക്കെതിരിൽ വിജയിച്ചു. വിജയശ്രീലാളിതനായി ഒറ്റയ്ക്ക് തന്റെ നാട്ടുകാരോട് തന്റെ സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ആരുമില്ല സഹായിക്കാൻ. ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്, ഒരാളുമില്ല. അദ്ദേഹം ജയിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ സ്വഹാബത്ത് ഫബഖൗ ബുകാഅൻ ശദീദ. മുത്തുനബി ഈ സംഭവം പറയുമ്പോൾ സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം പോലെ ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ. എന്തേ കാരണം? ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടിയ നേട്ടം 83 വർഷവും 4 മാസവുമാണ്. അതും യുദ്ധം ചെയ്യാൻ തന്നെ കിട്ടിയ അവസരം, അല്ലാതെ എത്രയോ കൊല്ലം അദ്ദേഹം ജീവിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആയുസ് വളരെ കുറഞ്ഞു പോയി, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു പോയി. ഇദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഒരു നേട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ലല്ലോ, ഞങ്ങൾക്കും വേണം അത്തരത്തിലുള്ള നേട്ടമെന്ന് കൊതിച്ചുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. അതിനാണ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളുമായി ഈ സംഭവബഹുലമായ നിമിഷത്തിൽ നിലകൊള്ളുന്ന വേളയിൽ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ ഓതിക്കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ പരിപൂർണമായി അല്ലാഹു ഇറക്കി നൽകുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്, നാം ഇറക്കിയത് ഈ ലൈലത്തുൽ ഖദറിലാണ് റസൂലേ, ലൈലത്തുൽ ഖദറിലാണ് ഹബീബേ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ കോപ്പി ഇറക്കിയത് അത് പരിശുദ്ധമായ ശഅബാൻ 15 രാവിലാണെങ്കിൽ ആ ഒന്നാമിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായി ഇറക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പവിത്രമായ ലൈലത്തുൽ ഖദറിലാണത്രേ. ഖുർആനിന്റെ അവതരണം, അതിന്റെ ഉദ്ഘാടനം മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് ലൈലത്തുൽ ഖദർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിന്റെ കോപ്പി ഒന്നായിട്ട് ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് ശഅബാൻ 15. അതുകൊണ്ടാണ് സൂറത്തു ദുഖാന്റെ തുടക്കത്തിൽ ആദ്യം കാണാം ഹമീം വൽ കിതാബിൽ മുബീൻ
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയത് ബറക്കത്താക്കപ്പെട്ടതായ ദിവസത്തിലാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഈ രണ്ട് സൂക്തങ്ങളെയും വെച്ച് ജംഅ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഖുർആനിനെ ഒന്നാം ആകാശത്തിലേന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദ്ർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അതിൻ്റെതാകുന്ന കോപ്പികളെ പരിപൂർണമായി ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് പരിശുദ്ധമായ ശഅബാൻ 15. അപ്പം രണ്ടിനും അഭിപ്രായ വ്യത്യാസമില്ല. നിൽക്കട്ടെ, അതൊക്കെ കൂടുതൽ ചർച്ചയ്ക്ക് പോകുന്ന വിഷയമാണ്. ചിലപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല. വിഷയത്തിലേക്ക് തന്നെ വരാം. വേണമെങ്കിൽ തിരിച്ചു വരിക. സൂറത്തുൽ ഖദ്ർ ഇറക്കി കൊടുക്കാൻ വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയത് ഈ പരിശുദ്ധമായ രാവിലാണ്, ലൈലത്തുൽ ഖദ്റിലാണ്. റമദാൻ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. മുൻകഴിഞ്ഞു പോയ ജനതയ്ക്കും റമദാൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ നിങ്ങൾ, റമദാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. റമദാൻ മുമ്പുണ്ട്, പക്ഷെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഖാസായ ഉമ്മത്ത് നമ്മുടെ ഉമ്മത്താണ്. ലൈലത്തുൽ ഖദ്ർ എന്ന മഹനീയമായ രാവ് അല്ലാഹു നമുക്ക് മാത്രമാണ് നൽകിയത്. ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രമാണ്. എന്താണ് ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? ആ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ അവതരണമായത്. ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിലാണ്. അതുകൊണ്ട് തന്നെ റമദാനിനെ മാറ്റുകൂടി. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിൻ്റെതാകുന്ന റമദാൻ പോലെയല്ല നമ്മുടേതാകുന്ന റമദാൻ. കാരണം എന്തുകൊണ്ട്? വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആൻ അവതീർണമായതാകുന്ന മാസമായി മാറി വിശുദ്ധമായ റമദാൻ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ. അതുകൊണ്ട് തന്നെ അതിന് പവിത്രത കൂടി, മഹത്വം കൂടി. ആ ലൈലത്തുൽ ഖദ്റിനെയാണ് പ്രതീക്ഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫീ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. ഈ ഖുർആൻ ഇറക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ എന്ന മഹനീയമായ രാവിനെ റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽ 21ഉണ്ട്, 23ഉണ്ട്, 25-ാം രാവുണ്ട്, 27-ാം രാവുണ്ട്, 29-ാം രാവുണ്ട്. അഥവാ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ രാവുമുണ്ട് എന്നർത്ഥം. രാവ് തീർന്നിട്ടില്ല, 5 രാവും അതിൽപ്പെട്ടു. ഒറ്റ രാവല്ല നബി തങ്ങൾ പറഞ്ഞത്, ഈ 5 രാവും ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുക. റമദാനിൽ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എന്താ ഈ രാവിന്റെ മഹത്വം? എന്താണ് ഈ രാവിന്റെ മഹത്വം? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാം, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ രാവാണ്. ഏത് 1000 മാസം? ഏത് 1000 മാസം? ബനു ഇസ്രായേൽ ജനതയിൽപ്പെട്ടതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ ശമഊൻ എന്ന് പറയുന്നതായ യോദ്ധാവായ മനുഷ്യനല്ലയോ അക്കാലഘട്ടത്തിലേതാകുന്ന വലിയതാകുന്ന വിലായത്തിന്റെ മർത്തബ എത്തിച്ച വ്യക്തിയല്ലയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി യുദ്ധം ചെയ്തുകൊണ്ട് അടരാടി വിജയം വരിച്ചതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു 1000 മാസം യുദ്ധം ചെയ്തതാകുന്ന ധർമ്മസമരം നടത്തിയതാ ആ കാലയളവുകളേക്കാൾ നിങ്ങൾക്ക് അല്ലാഹു ഈ ഒരൊറ്റ രാത്രി ഇബാദത്തെടുത്താൽ കൂലി നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.
83 വർഷവും 4 മാസവും എന്നല്ല, പിന്നെന്താ 1000 മാസവും എന്നല്ല. ബഹുമാനപ്പെട്ടതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട മഹാനുഭാവൻ ഒരൊട്ടകത്തിന്റെ താടിയല്ലുമായി ശത്രുക്കൾക്കെതിരെ അടരാടി വിജയം വരിച്ചതാകുന്ന കാലയളവോളം അദ്ദേഹത്തിന് കിട്ടുന്നതാകുന്ന കൂലിയേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഒറ്റ രാത്രി വർഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അൽഹംദുലില്ലാഹ്. ഇപ്പോഴാണ് ശരിക്കും അർത്ഥം തിരിഞ്ഞത്. ഒറ്റ രാത്രി ഇബാദത്തെടുത്താൽ ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിനെ നൽകിയതാകുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ് പറഞ്ഞത്. 1000 മാസത്തേക്കാൾ കൂടുതൽ അല്ലാഹു പ്രതിഫലം നൽകും. എന്തല്ല 1000 മാസം എന്നല്ല, 1000 മാസം എന്ന് പറയുകയാണെങ്കിൽ ഖൈറു അൽഫി ശഹരിൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസത്തോളം അമൽ ചെയ്താൽ കിടപിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം അമൽ ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു നൽകും. അതെത്രയാ? അല്ലാഹു അഅലം. എത്രയാന്ന് പറയാൻ പറ്റൂല. 1000 രൂപയേക്കാൾ ഞാൻ ഉസ്താദിന് കൊടുക്കാണ്ട് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന് കൊടുക്കാനുണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന് 1000 രൂപയേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ 5000 ആകാം, 10000 ആകാം, 1 ലക്ഷമാകാം, 10 ലക്ഷം ആകാം, 1 കോടിയാകാം. എത്രയാന്ന് പറയാൻ പറ്റുമോ? കാരണം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1000 രൂപയേക്കാൾ കൂടുതൽ ലത്തീഫ് ഉസ്താദിന് കൊടുക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1001 ആക്കാൻ പറ്റുമോ? 1500 ആക്കാൻ പറ്റുമോ? 2000 ആക്കാൻ പറ്റുമോ? പറ്റൂല. അതേ പ്രയോഗമാണ് ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത്. നല്ലതുപോലെ ചിന്തിക്കണം നമ്മൾ. 83 വർഷവും 4 മാസവും ചെയ്യുന്ന അമലല്ല കിട്ടുന്നത്. എത്രയാണെന്ന് കണക്കില്ല എന്നർത്ഥം. നമ്മുടെ അമല് പോലെ ഇരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് അല്ലാഹുവിനെ അറിയാവുള്ളൂ. കാരണം എന്തുകൊണ്ട് 60-70 വയസ്സേ നമുക്കിവിടെയുള്ളൂ. ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ റമദാനിനെ വർഷാവർഷം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഈ രാത്രിയെ കണ്ടുമുട്ടിയവൻ, അമൽ ചെയ്തവൻ 10 കൊല്ലം കഴിയുമ്പോൾ അവൻ 1000 വർഷങ്ങളോളം ഇബാദത്തെടുത്ത കൂലി അവന് കിട്ടും. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞത്. 83 വർഷവും 4 മാസവും എന്നുള്ള കണക്ക് വെച്ചാൽ തന്നെ 1000 മാസത്തോളം അമൽ ചെയ്ത കൂലി കിട്ടും. അപ്പൊ ഒരു 30 കൊല്ലം 40 കൊല്ലം ഒക്കെ റമദാൻ ശരിക്ക് ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയവരെ കിട്ടുന്ന നേട്ടം എത്രയാ? അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 2-ാം വർഷമാണ് റമദാൻ നിർബന്ധമാക്കപ്പെടുന്നത്. അന്ന് മുതൽക്ക് റമദാനിന്റെ അവസാനത്തെ 10 ആയാൽ പള്ളിയിൽ പരിപൂർണമായി ഇഅ്തികാഫിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. താൻ ഉടുത്തിരിക്കുന്ന തുണി മുണ്ട് ഒന്നുകൂടി അരയിലേക്ക് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എന്തിനാണ്? തഹയ്യു ആവുകയാണ്. റമദാനിന്റെ അവസാനത്തെ 10 നഷ്ടപ്പെടാൻ പാടില്ല. ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടാൻ പാടില്ല. ഒന്നുകൂടി ഒരുങ്ങി തയ്യാറാവുകയാണ്. തന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തുകയാണ്. എഴുന്നേൽക്കണേ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പ്രവേശിച്ചു എന്ന് കുടുംബത്തോട് ഉണർത്തുകയാണ്. തന്റെ രാത്രികളെ ജീവസുറ്റതാക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഓതിക്കൊടുക്കുകയാണ്. ആദരവായ പ്രവാചകൻ റമദാനിൽ എല്ലാ രാത്രിയിലും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാവശ്യം ഓതിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രാത്രി മുഴുവനും ഇബാദത്തിലായി കഴിച്ചുകൂട്ടുകയാണ്. വയഅ്തസിലു നിസാഅഹു 10 ദിവസത്തോളം ഭാര്യമാരുമായി യാതൊരു വിധ ബന്ധവുമില്ല. പരിപൂർണമായി അല്ലാഹ് പടച്ച റബ്ബിലേക്ക് തിരിയുകയാണ്.
അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രം, വേറൊരു പണിയില്ല. അങ്ങനെ ഖൽവത്തിൽ പോകും ആലിമീങ്ങൾ, വലിയ വലിയ ഔലിയാക്കളൊക്കെ ഖൽവത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കും, എന്നിട്ട് അമലെടുക്കും. ഭയങ്കര ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സമയമാണ് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10. 1 മുതൽ 20 വരെ നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടൽ രാത്രി കാലഘട്ടങ്ങളിൽ നോമ്പിൽ അള്ളാഹു അനുവദിച്ചു. ഉഹില്ലലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും അനുവദിച്ചു. ഇനിയുള്ള 10 ദിവസം കിടപ്പറയിൽ നിന്ന് വരെ ബന്ധം വിച്ഛേദിച്ചിട്ട് നീ അള്ളാഹുമായിട്ട് മുനാജാത്തിലാകും. നീ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കാൻ. ഷാഫി മദ്ഹബിൽ ചർച്ചയുണ്ട്, ജുമുഅത്ത് പള്ളിയാണോ തൈക്കാവാണോ ഏറ്റവും നല്ലത് ഇഅ്തികാഫിരിക്കാൻ. പ്രബല അഭിപ്രായം ജുമുഅത്ത് പള്ളിയാണ്. ജുമുഅത്ത് പള്ളിയിൽ തന്നെ വന്നിരുന്ന് ഇഅ്തികാഫിരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി പള്ളിയിൽ തന്നെ നിലകൊള്ളും. ആ 10 ദിവസം എല്ലാ ജോലി തിരക്കും മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ നിലകൊള്ളണം. കണ്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് ആളുകളെ നാട്ടിൽ നിന്നാല് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് കച്ചവടക്കാരൊക്കെ നേരെ ഹറമി പോകും. എന്നിട്ട് ആ 10 ദിവസം അവിടെ അങ്ങ് കൂടും. 2 കാര്യമാണ്. ഒന്ന് പിരിവിന്റെ അഹ്ലികാർ വീട്ടിൽ വരത്തില്ല, അങ്ങനെ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്. വേറെ ചില ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹലാക്ക്, കയ്യിലുള്ള പൈസ മുഴുവൻ തീരും എന്ന് കരുതിയിട്ട് വേഗം അവിടെ പോയിരിക്കും. എന്നാലും ചില ആളുകൾ അങ്ങനെയൊന്നും അല്ല. ചിലരെന്താണ് നല്ല നീയത്തിൽ പോകുന്നവരുണ്ട്. അള്ളാഹു നല്ല നീയത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടെ തന്നെ ഇഅ്തികാഫായിട്ട് കഴിഞ്ഞുകൂടാം എന്ന ലക്ഷ്യത്തിൽ തന്നെ നിലകൊള്ളുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവസാനത്തെ വർഷമെത്തിയപ്പോ, നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വർഷമെത്തിയപ്പോ 20 ദിവസം ഇഅ്തികാഫിരുന്നു. 11ന്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ലാസ്റ്റ് കൊല്ലാണ് ഈ ലോകത്തുനിന്ന് വിട പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ലോകത്തുനിന്ന് വിട പറയുന്ന ആ വർഷത്തിൽ 20 ദിവസം പള്ളിയിൽ തന്നെ, റമദാൻ ലാസ്റ്റത്തെ 20 ദിവസം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ്. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു, തലമുടിയും താടിരോമം ഒക്കെ നരയ്ക്കുമ്പോ, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ നീ കൂടുതൽ കൂടുതൽ ഇഅ്തികാഫിന് പ്രാമുഖ്യം കൊടുക്കണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ അപ്പോഴാണ് ഇരിക്കേണ്ടത്. അപ്പോഴാണ് ക്ഷീണമാന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് വരികയുന്നത്. കൂടുതൽ ബന്ധപ്പെടേണ്ടത് അപ്പോഴാണ്. ഇൻഷാ അല്ലാഹ് നിസ്കാരം ഇത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജമാഅത്തായി ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ ഇരുത്തം പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി അതായിരുന്നു. അവസാനത്തെ വർഷം ഈ ലോകത്തുനിന്ന് വിട പറയുന്നു എന്ന് മനസ്സിലാക്കിയതാകുന്ന വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 ദിവസം പരിപൂർണമായി പള്ളിയിൽ ഇഅ്തികാഫിലായി കഴിച്ചു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മളിൽ ഇത്രയും ദിവസം കഴിഞ്ഞു റമദാൻ 28ാമത്തെ നോമ്പാണ് അല്ലേ? നമ്മളിൽ എത്ര മണിക്കൂർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. തുടക്കം മുതലൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റത്തെ 10-ലായിക്കോട്ടെ, നമ്മൾ എത്ര ആളുകൾ ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരിക്കുന്നു എന്ന് കരുതിയിട്ട് അതിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇരുന്നവർ എത്ര ആളുകളുണ്ട്? വളരെ കുറവല്ലേ? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതാകുന്ന 27ാം രാവ് ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ വരുന്ന ദിവസം പോലും പൊതി കിട്ടിയ അപ്പം നമ്മൾ ഇറങ്ങാൻ ലൈലത്തുൽ ഖദർ പൊതിഞ്ഞു കിട്ടി എന്ന അർത്ഥത്തിൽ ഓടുക. ഞാനിത് പറയുന്നത് തമാശയായിട്ട് പറയല്ല, ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊരു 10 മിനിറ്റ് ഇഖ്ലാസ് വെച്ചിട്ട് ഇഅ്തികാഫിന്റെ ഒരു കൂലി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നവരുണ്ടോ? ചിന്തിക്കുക സഹോദരങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഒരു രാത്രി കൂടി ഉണ്ട് നമ്മുടെ മുന്നിൽ. ശരിക്ക് പിടിച്ചാൽ ഒരുപക്ഷെ ഈ രാവ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, 1000 മാസങ്ങളേക്കാൾ പവിത്രതയുള്ളതായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാവെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇത് ഒരർത്ഥം. മറ്റൊരർത്ഥം മുഫസ്സിരീങ്ങൾ പറയുന്നു, കാലാകാലം എന്നർത്ഥമുണ്ട് അൽഫ് എന്ന പദത്തിന്. അപ്പൊ ഇത് പറയാനാണ് ഇന്ന് ലൈലത്തുൽ ഖദർ പറഞ്ഞു തന്നെ പോകും. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ഇതൊന്ന് അറിഞ്ഞിരിക്കൽ നല്ലതാണ്. കാരണം നമ്മൾ പല ആളുകളും 27 കഴിയുമ്പോൾ എല്ലാം മടക്കി വെക്കും. അങ്ങനെ ആകാൻ പാടില്ല. പള്ളികളിൽ ഇന്നലത്തെ തറാവീഹിനെ തന്നെ ആളുകൾ കുറഞ്ഞു തുടങ്ങി. എന്താ കാര്യം? എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒന്നുമില്ല. തറാവീഹ് തന്നെ ഉണ്ടോന്ന് സംശയിക്കുന്ന ആളുകളാണ് നമുക്കിടയിലുണ്ട്. എന്നോട് ഒരാൾ ഇന്നലെ അങ്ങനെ ചോദിച്ചു, ഇനി തറാവീഹ് ഉണ്ടോ? 27 കഴിയുമ്പോൾ തറാവീഹ് തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ചിലർ നമ്മുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉള്ളൂ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവും വിവരവും. പിന്നെ പെരുന്നാളിന് പോയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. അങ്ങനെയല്ല, ഇനിയാണ് മഹത്തമായ ദിവസം. അൽഫ് എന്ന പദത്തിന് കാലാകാലം എന്ന അർത്ഥമുണ്ട്. ഖുർആനിൽ ഒരു ആയത്ത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലതജിദന്നഹും അഹ്റസൻ നാസി അലാ ഹയാത് ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ വിവരിക്കുകയാണ്. പറയുകയാ, വലതജിദന്നഹും അഹ്റസൻ നാസി അലാ ഹയാത്. അവിശ്വാസികളായ ആളുകളെ നബിയെ തങ്ങൾ നിശ്ചയമായും എത്തിക്കും റസൂലേ. അവർ ഈ ദുനിയാവിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. വമിനല്ലദീന അശ്റകൂ, ശിർക്കിന്റെ അഖിലകാരാകുന്ന കുഫാറുകളാകുന്ന അവിശ്വാസികൾ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത, മരണത്തെ വിശ്വാസമില്ലാത്ത, മരണാനന്തര ജീവിതത്തെ വിശ്വാസമില്ലാത്ത, ഖബറിനെ കുറിച്ചോ മഹ്ശറയെ കുറിച്ചോ യാതൊരുവിധ ബോധോദയവുമില്ലാത്തതായ അക്കൂട്ടർ, വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു 1000 സന. അവരിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത്, അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കാമെന്നാണ്. അവിടെ ഖുർആനിൽ അല്ലാഹു അൽഫ് എന്ന പദത്തിന് അർത്ഥം കൊടുത്തത് എന്താ? കാലാകാലം എന്നാണ്. കാരണം 1000 കൊല്ലം ഒന്നല്ല. 1000 കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത വർഷം മരിക്കാൻ ആഗ്രഹിക്കുവോ കാഫിറുകൾ? ഒരിക്കലും ഇല്ല. അവർക്ക് മരണം വേണ്ട എന്നാണ്. 1500 കൊല്ലം കഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മരിക്കുവോ? ഇല്ല. അതുകൊണ്ട് അവിടെ അർത്ഥം എന്താണ്? ലൗ യുഅമ്മറു 1000 സന. കാലാകാലം ഈ ലോകത്ത് എന്നെന്നും ജീവിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഇത്
വെച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ അർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തിന് ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ, കാലാകാലം അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഈ പവിത്രമായ രാവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയും അർത്ഥമുണ്ട്. എന്നാൽ ഏറ്റവും സഹീഹായ ശ്രേഷ്ഠമായ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഏത്? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത. അതിന് എണ്ണയില്ല, എത്രയാണെന്നറിയില്ല. ഈ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഒരർത്ഥമാണ്. ഉണ്ടോ? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം എത്രയാ സഹോദരങ്ങളെ, ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന അമലുകളെല്ലാം കൂടി കൂട്ടിക്കിഴിച്ചാൽ പോലും ലൈലത്തുൽ ഖദ്റിന്റെ ഒരു രാവിനോട് കിടപിടിക്കുമോ നമ്മൾ ചിന്തിക്കും. ഒരാൾ 80 വർഷവും അല്ലെങ്കിൽ 100 വർഷവും ജീവിച്ചു, രാവും പകലും നിസ്കാരവും നോമ്പും ഒക്കെ, അതിനേക്കാളൊക്കെ മഹത്താണ് എന്ത്? ലൈലത്തുൽ ഖദ്റിന്റെ ഒരൊറ്റ രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്ത് എടുത്താൽ. ഉറക്കമൊഴിക്കണം, അല്ലാതെ പള്ളിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ. ഒരു ഹദീസ് ഉണ്ട്, മന്നാമ ലൈലത്തുൽ ഖദ്രി യഗ്ഫിറുല്ലാഹു ലഹു, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും ലൈലത്തുൽ ഖദ്റിൽ ഉറങ്ങിയാൽ. എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ചെയ്യാതെ ഒരു വ്യക്തി ഒന്നും പറ്റുന്നില്ലെങ്കിൽ അതിൽ കിടന്ന് ഉറങ്ങിയാൽ തന്നെ കൂലി കിട്ടും. ഇനി അത് കേട്ടിട്ട് പുള്ളി കിടന്ന് ഉറങ്ങാൻ നിൽക്കണ്ട. ഖുർആൻ ഓതുന്നവന്, ദിക്ർ ചെല്ലുന്നവന്റെ മഹത്വം പോലെ ആവൂലല്ലോ ഉറങ്ങുക എന്ന് പറയും. ഉറക്കമൊഴിച്ചിട്ട് നല്ലതുപോലെ പണിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ലൈലത്തുൽ ഖദ്റിലുള്ള നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിച്ചാൽ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. തറാവീഹ് ഒക്കെ കറക്റ്റ് ആയിട്ട് അന്നത്തെ രാത്രിയിൽ നിസ്കരിക്കുക. ഇന്നത്തെ രാത്രിയിൽ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ആ രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കുമത്രേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അവർ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. നേരം വെളുക്കുന്നത് വരെ എല്ലാ വീടുകളിലും വന്നുകൊണ്ട് അവർ സലാം പറയുമേ. ഓരോ മുഅ്മിനീങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവർ അസ്സലാമു അലൈക്കും പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും വീടുകളിൽ എത്തിയിട്ട് അവരുടെ കൈക്ക് പിടിച്ചും മുസാഫഹത്ത് ചെയ്തിട്ട് അസ്സലാമു മലക്കുകൾ ഇറങ്ങുന്ന രാവാണ്. അപ്പൊ മലക്കുകൾ എപ്പോഴും ഇറങ്ങുമല്ലോ, പിന്നെന്താ ഇപ്പൊ ഈ പ്രത്യേക ഒരു മലക്ക് ഇവിടെ ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ അസറിനും ഇറങ്ങിയിട്ടുണ്ട് മലക്ക്, സുബൈക്കും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെന്താ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ? ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഇന്നത്തെ ക്ലാസ് തിരിയുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കും. മലക്കുകൾ എപ്പോഴും ഇവിടെ ഇറങ്ങുന്നുണ്ട് ഭൂമിയിൽ. രാവിലെ ഇറങ്ങുന്നുണ്ട്, വൈകിട്ട് ഇറങ്ങുന്നുണ്ട്. ഹദീസ് ഉണ്ടല്ലോ, യതആഖബു ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ يجتمعون في صلاة العصر وفي صلاة الصبح. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും പ്രഭാത സമയത്തും സുബൈക്കും അസറിന്റെ സമയത്തും മലക്കുകൾ പ്രത്യേകമായി ഇറങ്ങുമേ ഭൂമിയിലേക്ക്. സുബൈക്ക് ഇറങ്ങുന്ന മലക്ക് ജനങ്ങളോടൊപ്പം സുബൈ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം അവരതാ ജനങ്ങളുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളുകയാണ്. റഖീബ് അതീദ് അലൈഹിമുസ്സലാം മാത്രമല്ല, നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബൈ നമസ്കാരം കഴിഞ്ഞ ഈ മലക്കുകൾ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസറിന്റെ സമയമാകുമ്പോ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമേ. അവരും സുബൈക്ക് വന്ന മലക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജമാഅത്തായി അസർ നിസ്കരിക്കുകയാണ്. അസർ നിസ്കാരം കഴിയുമ്പോ സുബഹിക്ക് വന്ന മലക്കുകൾ, അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ, അവർ ആകാശ ലോകത്തേക്ക് കയറുകയാണ്. അല്ലാഹുവിലേക്ക്
മനുഷ്യൻ അതുവരെ ചെയ്തിട്ടുള്ളതാകുന്ന സുബൈ മുതൽ അസർ വരെ ചെയ്തതാകുന്ന നന്മ തിന്മകൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അസറിന് വന്ന മലക്കുകൾ, അസറിന് ഇറങ്ങിയതായ മലക്കുകൾ അസർ നിസ്കാരം കഴിഞ്ഞത് മുതൽക്ക് സുബഹി വരെ മനുഷ്യരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. സുബഹിയുടെ സമയമാകുമ്പോ വീണ്ടും അടുത്ത വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുകയാ. ഇരുവിഭാഗം മലക്കുകളും കൂടി ഒരുമിച്ച് ചേർന്ന് സുബഹി നിസ്കരിക്കുമേ. അസറിന് വന്ന മലക്കുകൾ സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയവർ സുബഹിക്ക് ശേഷം അല്ലാഹുവിങ്കലേക്ക് കയറുകയാണ്. എല്ലാ അമലുകളും മനുഷ്യൻ ചെയ്തിട്ടുള്ള സകല നന്മകളും തിന്മകളും അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയാ. സുബഹിക്ക് വന്ന മലക്ക് വീണ്ടും അതാ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. ഇതിങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ വഫീ സ്വലാത്തി സുബ്ഹ് ثم يعرجون إلى الله. നിസ്കാരത്തിന് ശേഷം മനുഷ്യൻ ചെയ്തിട്ടുള്ള തിന്മകളുമായി അല്ലാഹുവിങ്കലേക്ക് കയറി പോകുകയാ. ഫയഖൂലുല്ലാഹു തബാറക വതആല വഹുവ അഅലമു ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യരുടെ അവസ്ഥാവിശേഷങ്ങൾ ചോദിച്ചറിയുകയാ. നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിമകളെ കണ്ടത്? കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ ഏത് നിലയിലാണ് നിങ്ങൾ കണ്ടിട്ട് വന്നത് എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിക്കും. പറയേ ഉടനെ മലക്കുകൾ പറയുകയാണ്, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്. ഞങ്ങൾ സുബഹിക്ക് ചെല്ലുമ്പോ കടക്കല പള്ളിയുടെ അകത്തളത്തിൽ സുബഹി നിസ്കരിച്ചുകൊണ്ട് ഇന്നാരിന്റെ മനുഷ്യൻ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാഹ് ബാങ്ക് വിളിക്കുമ്പോ അവിടുത്തെ ഉമ്മ അവർ ഒതുവെടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ നിസ്കാരം നിർവഹിച്ചവരായിരുന്നു. അല്ലാഹ് ഞങ്ങളിതാ അസറിന്റെ സമയത്ത് തിരിച്ച് കയറി വരുമ്പോഴും അവർ അസർ നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കാരത്തിലാണ്, തിരിച്ചു വരുമ്പോഴും നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് എന്ന് നീ നിസ്കരിക്കുന്നവനാണെങ്കിൽ മലക്കുകൾ നിന്നെ കുറിച്ച് പറയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ പറഞ്ഞത്, രണ്ട് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫർളായ നമസ്കാരങ്ങളിൽ രണ്ട് നിസ്കാരം ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട നിസ്കാരമാണ്. ഒന്ന് സുബ്ഹിയാണ്, മറ്റൊന്ന് അസറാണ്. കാരണം ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പിറകിൽ മനുഷ്യന്റെ നന്മ തിന്മകളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതായ സമയമാണ്. ഹാഫിളൂ الصلاة والصلاة الوسطى. നമസ്കാരങ്ങളെ ശ്രദ്ധിക്കണേ. അസർ നമസ്കാരത്തെ ഗൗരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തുകൊണ്ട് മനുഷ്യരിൽ അധിക ആളുകളും അശ്രദ്ധ വെക്കുന്നതാകുന്ന നിസ്കാരമാണ് ഒന്ന് സുബഹി, മറ്റൊന്ന് അസർ. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ല മന്തിയൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും. അസർ ഖലായിപ്പോ. രാത്രിയിൽ നല്ല ഫുഡ് അടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങും. 3 മണി വരെ മൊബൈലുണ്ട്. സുബഹി ഇല്ല, സുബഹി ഖലായിപ്പോ. ഈ രണ്ട് നിസ്കാരവും ശ്രദ്ധിക്കണം. ഏത്? സുബഹിയും അസറും. മനുഷ്യന്റെ അമലുകളെ ഡെയിലി ഉയർത്തുന്ന സമയമാണത്. അമലുകളെ 3 രീതിയിൽ ഉയർത്തും. ശ്രദ്ധിക്കണേ, പഠിച്ചു വെച്ചോ.
അമലുകളെ 3 രീതിയിൽ ഉയർത്തും. ഒന്ന് എല്ലാ വർഷത്തിലും ഉയർത്തും. അതാണ് ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഇന്നക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ലം അറക തസൂമു ശഹ്റൻ, തങ്ങൾ ഒരു മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി തങ്ങളെ കണ്ടിട്ടില്ല. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പ് പിടിക്കും ഏത് മാസത്തിൽ? ശഅബാൻ മാസത്തിൽ. ഒന്ന് നബിയുടെ മാസമാണ് ശഅബാൻ ശഹരി എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിബില മാറ്റം നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. വലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, തങ്ങൾക്ക് കിബില മാറ്റി കഅബ സ്ഥിരപ്പെടുത്തിയതാകുന്ന മാസമാണ് ശഅബാൻ. ശഅബാൻ 15-ന് ശഫാഅത്ത് നൽകപ്പെട്ടത് ശഅബാനിലാണ്. ശഅബാൻ 15-നാണ് നബി തങ്ങൾക്ക് ശഫാഅത്തിന്റെ അർഹത കൊടുത്തത് ശഅബാനിലാണ്. അങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട്, വിശദീകരിക്കാനായിട്ട് ഒരുപാടുണ്ട്. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. നബി തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നബി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്താ മറുപടി? ദാലിക ശഹൂറുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഒരുപാട് കാര്യം പറഞ്ഞു, അതിൽ ഒന്നതാണ് അമലുകളെ അല്ലാഹുവിലേക്ക് വർഷത്തിൽ ഉയർത്തപ്പെടുന്ന സമയമാണ് ശഅബാൻ മാസം മുഴുവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ കച്ചവടക്കാരാണെങ്കിൽ ആഴ്ചയിൽ അവന്റെ കച്ചവടത്തിൻ്റെതാകുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി രേഖപ്പെടുത്തും. ഡെയിലി എഴുതും. ഡെയിലി നോക്കും, വൈകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, എത്ര കിട്ടിയെന്ന് നോക്കും. ആഴ്ചയിൽ നോക്കുന്നവരുണ്ട്, മാസത്തിൽ നോക്കുന്നവരുണ്ട്, വർഷത്തിൽ മാർച്ച് മാസമാകുമ്പോൾ ഒന്ന് ഓഡിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാ ദിവസവും അമലിനെ ഉയർത്തും, ആഴ്ചയിലും ഉയർത്തും, വർഷത്തിലും ഉയർത്തും. വർഷത്തിൽ ഉയർത്തുന്നതാണ് പറഞ്ഞത് ശഅബാൻ മാസത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നോമ്പ് പിടിക്കുന്നതേ നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുന്നത് വലിയ സ്വീകാര്യതയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. അത് വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം. അപ്പൊ വർഷത്തിൽ അമലിന് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ആഴ്ചയിൽ ഉയർത്തും, എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും. തുർഫഉൽ അഅമാലു ലൈലത്തൽ ഇസ്നൈനി വലൈലത്തൽ ഖമീസ് ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലിനെ ഉയർത്തപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിമിൻ, അമൽ ചെയ്തവർക്കൊക്കെ അന്നത്തെ ദിവസം അല്ലാഹു പുറത്തു കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. സുന്നത്ത് നോമ്പ് റമദാനല്ല, റമദാൻ അല്ലാത്തപ്പോൾ ആര് പറയുന്നു? തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? നോമ്പുകാരായി നിലകൊള്ളവേ അമലിനെ ഉയർത്തപ്പെടുമ്പോൾ സ്വീകാര്യത കൂടുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ആഴ്ചയിലും 2 സമയങ്ങളിലായിട്ടാണ് അമലിനെ ഉയർത്തപ്പെടുന്നത്. ഒന്ന് തിങ്കൾ, മറ്റൊന്ന് വ്യാഴം. മൂന്നാമത്തെ ഉയർത്തലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. സുബൈക്ക് ശേഷം ഉയർത്തും, ഡെയിലി ഉയർത്തും. എല്ലാ ദിവസവും അസറിന് ശേഷവും അമലിനെ ഉയർത്തും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് എന്ത് ഡെയിലി ഉയർത്തണം. അപ്പൊ ഡെയിലി നോമ്പ് പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ആ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഏതൊക്കെ? ഒന്ന് സുബഹിയും മറ്റൊന്ന് അസറും. ഈ 2 നിസ്കാരങ്ങൾക്ക് പിറകിലാണ് അമലുകൾ അല്ലാഹുവിന്റെ അടുക്ക് കൊണ്ടുപോവുക. അപ്പൊ നിസ്കാരം കറക്റ്റ് ആണെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? 3 രീതിയിൽ ഉയർത്തും. ഒന്ന് ശഅബാൻ, മറ്റൊന്ന് ആഴ്ചയിൽ ഉയർത്തുന്നു പരിശുദ്ധമായ തിങ്കൾ വ്യാഴം, മറ്റൊന്ന് ഡെയിലി ഉയർത്തുന്നു സുബൈക്ക് ശേഷവും അസറിന് ശേഷം. അപ്പൊ ഇങ്ങനെ മലക്കുകൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. സുബൈക്ക് ശേഷവും അസറിന് ശേഷമൊക്കെ മലക്കുകൾ വരുന്നുണ്ട്. പിന്നെന്താ ഇപ്പൊ ഈ ഖുർആനിൽ പറഞ്ഞത്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ മലക്കിറങ്ങി വരുമെന്ന് പറഞ്ഞത് പിന്നെന്താ അർത്ഥമുള്ളത്? ഡെയിലി മലക്കിറങ്ങുമല്ലേ? എല്ലാ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുക, റമദാൻ അല്ലെങ്കിലും. അപ്പൊ ഈ പറഞ്ഞതിന് അർത്ഥം എന്താ? ഈ പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാര് പറയുന്നു, ഇത് സാദാ സീതാ മലക്കല്ല, ഇത് പ്രത്യേകം മലക്കിറങ്ങാൻ. ഈ മലക്കുകളുടെ പേര് തന്നെ എന്താണ്? മലായിക്കത്തു ലൈലത്തുൽ ഖദ്രി എന്നാണ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് പ്രത്യേകമായ മലക്കുകളാണ് ഈ ഇറങ്ങുന്നത്. അവരെ മലക്കുകൾ പോലും കണ്ടിട്ടില്ല. മലക്കുകൾ പോലും അസാധാരണമായ മലക്കുകളാണ് ഈ വരുന്നത്. മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല, അവിടെയൊക്കെ മലക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? 7 ആകാശം. ആ 7 ആകാശങ്ങളിൽ ഓരോ ചവിട്ടടിയിലും മലക്കുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹ്. അപ്പൊ മലക്കുകളുടെ എണ്ണം എത്ര? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിനെ അല്ലാതെ അവന്റെ പട്ടാളത്തിന്റെ എണ്ണം അറിയൂല.
എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അതിനാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്, മാ ഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്ത് ഓരോ ചവിട്ടടിയിലും മലക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ ചിന്തിക്കുക, പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിറങ്ങുമെന്ന് ഈ പറഞ്ഞത്? ഇത് സാധാ മലക്കല്ല, ഇത് സിദ്റത്തുൽ മുന്തഹിൽ നിന്നുള്ള പ്രത്യേകമായ മലക്കാണ്. എങ്ങനെ മനസ്സിലായി? മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, സാധാ മലക്കാണ് എങ്കിൽ ഇവിടെ ആദ്യം മലായിക്കത്ത് എന്ന പദം പറയില്ലായിരുന്നു. ആദ്യം ആരെ പറഞ്ഞേനെ? ക്യാപ്റ്റനെ പറഞ്ഞേനെ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേനെ. ഇവിടെ എങ്ങനെ അല്ലാഹു പറഞ്ഞത്? ഓദിക്കെല്ലാവരും, തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ. ആദ്യം ആരെ പറഞ്ഞു? മലക്കുകളെ പറഞ്ഞു. വറൂഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ രണ്ടാമത് പറഞ്ഞു. എന്നാൽ സൂറത്തുൻ നബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാന ഭാഗത്ത് ആദ്യം ആരെ പറയുന്നുണ്ട്? ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറയുന്നുണ്ട്. രണ്ടാമതാണ് മലക്കിനെ പറയുന്നത്.